മരമുണ്ട്. തന്നി മുത്തശ്ശി എന്നാണ് എൻ്റെ പഴം. ഈ മരത്തിൻ്റെ പൊളത്തിൽ ഒളിച്ചിരിക്കാം. വാ, എന്തൊരു മരം നോക്കി. ഇതാണ് ഏറ്റവും പഴകിയ ഒരു മരമാണ്. തന്നി മുത്തശ്ശി എന്നാ പറയുക. എന്നാലും അതിൻ്റെ പ്രത്യേകത, നമുക്കിതിൻ്റെ ഉള്ളിലിങ്ങനെ കയറാം. ഇതിലൂടെ കയറുക. വലിയ ഹോൾ. അവർക്ക് ഇരിക്കാം അതിൻ്റെ ഉള്ളിൽ. അതൊരു വലിയ അതിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഇതിൻ്റെ ഉള്ളിലൊരു ഹോളുണ്ട്, അത് മുകളിൽ വരെ ഉണ്ട്. അതായത് തടി അതിൻ്റെ ഉള്ളിലില്ല, അതിൻ്റെ കവറ് മാത്രം, തോല് മാത്രം. ഇവിടുത്തെ ഒരു വൃക്ഷത്തിൻ്റെ പ്രത്യേകത കാണാം. ഇത് വളരെ പഴകിയ വൃക്ഷമാണ്. ഇതിൻ്റെ ഉള്ളിലെ പ്രത്യേകത കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇത് ഉള്ളിൽ വെറും ഹോളാണ്. കണ്ടോ, അങ്ങ് മുകളിൽ വരെ ഹോളാണ്. അതായത് തോല് മാത്രം. ഓ മൈ ഗോഡ്. കണ്ടാ, അതായത് തടിയില്ല ഇതിന്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത്. കണ്ട, തടിയില്ല, ജസ്റ്റ് ഹോളാണ്. നമുക്ക് ഇടുന്ന കണ്ട, അതിന് വേര് ഇതൊക്കെ ഉണ്ട്, വേരൊക്കെ ഉണ്ട്. പക്ഷെ അതിന് തടിയില്ലാത്ത ഒരു മരം. ഇറ്റ്സ് റിയലി മിറാക്കിൾ. ഇത് തുഷാരഗിരിയിലാണ് ഈ വൃക്ഷമുള്ളത്. ഇതിൻ്റെ പേര് തന്നി മുത്തശ്ശി വൃക്ഷമാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഉള്ളിൽ തടിയില്ല. കാരണം ഇതിലൂടെ നല്ല രസമാണ്. ഞാനിപ്പോൾ അത് വൃക്ഷത്തിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. Oh my God. ഓ മൈ ഗോഡ്, ഞാനിപ്പോൾ വൃക്ഷത്തിൻ്റെ ഉള്ളിൽ കയറി. ഇതില്ല, ഉള്ളിൽ തടിയില്ല. അതെങ്ങനെ അപ്പോൾ ജീവനോടെ വെക്കുന്നത്? അല്ലേ, സാധാരണഗതിയിൽ എന്തെങ്കിലും ചെടി ഇതുണ്ടാവില്ല അല്ലേ? എൻ്റെ പേര് തന്നി മുത്തശ്ശി. കുറേ വർഷമായി, 400 വർഷം പഴക്കല്ലേ. അവിടം വരെ ഹോളുണ്ട്, അതിന് മുകളിലുണ്ടെന്നല്ല, ഉള്ളിൽ ഒന്നുമില്ല. ഇത് ഞാൻ കേട്ടിന്, എവിടെയോ പറയുന്നത് കേട്ടിന്. ഗൈസ്, സെക്യൂരിറ്റി പറഞ്ഞ പോലെ 400 വർഷം പഴയമുള്ള ഒരു തന്നി മുത്തശ്ശി എന്നാണ് അതിൻ്റെ പേര്. അതൊരു വലിയ വിസ്മയം തന്നെയാണ്, അതെങ്ങനെ നിൽക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇതാണ് തുഷാരഗിരി വെള്ളച്ചാട്ടത്തിന്. തുഷാരഗിരി വെള്ളച്ചാട്ടം നമ്മുടെ പുറത്തത്തെ പാലത്തിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇത് വെള്ളച്ചാട്ടം തന്നെ, നമ്മുടെ പുഴയില്ലേ. ഓ, എന്താ ഇത് വെള്ളം ഒഴുകുന്നത്.
നിന്ന് നമുക്ക് തുഷാരഗിരി വെള്ളച്ചാട്ടം കാണാം. കണ്ണൂരേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് തുഷാരഗിരിയിൽ നിന്ന്. കണ്ടോ എന്ത് ഭംഗിയില. നമ്മൾ നേരെ അടിവാരത്ത് നിന്ന് ബാലുശ്ശേരി, പിന്നെ കൊയിലാണ്ടി അങ്ങനെയൊക്കെ പോയി കണ്ണൂർ.